ഒരാഴ്ച കൊണ്ട് തന്നെ 5 കിലോ എങ്ങനെ കുറക്കാം, ഒരു മാസം കൊണ്ട് തന്നെ 15-ലേറെ കിലോ എങ്ങനെ കുറക്കാം എന്നുള്ളത് ഈ ഒരു ഗോൾഡൻ കോമ്പിനേഷൻ കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. പലപ്പോഴും ഈ തരം പാലിയോ അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് എടുക്കുന്നവർ പോലും പറയും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് പലതരം പ്രോബ്ലംസ് വരാറുണ്ട്, അസിഡിറ്റി വരാറുണ്ട്, അൾസേഴ്സ് വരാറുണ്ട്. അപ്പോൾ ഷുഗർ അമിതമായിട്ട് നമ്മുടെ ബോഡിയിൽ വന്നാൽ അതൊരു കൊഴുപ്പായി മാറും. ആ കൊഴുപ്പാണ് കെട്ടക്കൊഴുപ്പ്, ട്രൈഗ്ലിസറൈഡ്. ഈ കൊഴുപ്പാണ് നിങ്ങൾക്ക് അമിത വണ്ണവും അതേപോലെ തന്നെ വയറ്റിൽ അടിഞ്ഞിട്ടുള്ള കൊഴുപ്പുമായി മാറുന്നത്. അപ്പോൾ ഷുഗർ നമ്മൾ എടുക്കുന്നത് വെറും റിഫൈൻഡ് ഷുഗറോ അല്ലെങ്കിൽ ജാഗരിയോ ഹണിയോ ഒന്നുമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അത് ചോറിൽ നിന്നാണ്. ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റീഷ്യൻ ഒരു ഡേ ഫുൾ ടൈം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ്. കാരണം എപ്പോഴും വിളിച്ചുകൊണ്ടും എപ്പോഴും അറിഞ്ഞുകൊണ്ടും. ഞാൻ ഡോക്ടർ ഹാമിദ് മൊഹീദ്ദീൻ, ചീഫ് മെഡിക്കൽ ഓഫീസർ, ലിംറ ഹെൽത്ത് കെയർ, കോഴിക്കോട്. മെറ്റബോളിക് ഡിസീസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതിൻ്റെ ഏറ്റവും മൂല കാരണം എന്ന് പറയുന്നത് ഫാറ്റാണ്, നമ്മളുടെ അമിതമായിട്ടുള്ള വണ്ണാണ്. ഇപ്പോൾ BMI എന്ന് പറയുന്നത് നമ്മളുടേത് നോർമലാണെങ്കിലും ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടെങ്കിലും വയറു ഭാഗത്ത് അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പാണ്, അതേപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉള്ള കൊഴുപ്പും അമിതവണ്ണവുമാണ്, ഒബീസിറ്റി ആണ് ഏറ്റവും മൂല കാരണം. എന്തിന്? പ്രമേഹം, ഹാർട്ട് ബ്ലോക്ക്, അതേപോലെ തന്നെ ഫാറ്റി ലിവർ, PCOD, തൈറോയിഡ് എന്നൊക്കെ ഉള്ളതിന്. അപ്പോൾ ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്നതോട് കൂടെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള കൊഴുപ്പ്, ഈ കെട്ടിക്കെടുക്കുന്ന കെട്ട കൊഴുപ്പ് നമ്മളുടെ ബോഡിയിൽ നിന്ന് കളയുന്നത്. അതിന് ഏറ്റവും നല്ല ഒരു ഗോൾഡൻ കോമ്പിനേഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരാഴ്ച കൊണ്ട് തന്നെ 5 കിലോ എങ്ങനെ കുറക്കാം, ഒരു മാസം കൊണ്ട് തന്നെ 15-ലേറെ കിലോ എങ്ങനെ കുറക്കാം എന്നുള്ളത് ഈ ഒരു ഗോൾഡൻ കോമ്പിനേഷനെ കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. ഈ ഗോൾഡൻ കോമ്പിനേഷനിൽ വരുന്ന 2 ആസ്പെക്ട്സ്, ഒന്ന് ഡയറ്റ്, അതേപോലെ തന്നെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഡയറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത് ലോ കാർബോഹൈഡ്രേറ്റ്സ്, അതേപോലെ തന്നെ ഹൈ ഫാറ്റ് ഡയറ്റാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ അധികമായിട്ടും നമ്മൾ പ്രോട്ടീൻസ് ആണ് എടുക്കാറ്. അതേപോലെ തന്നെ പാലിയോ എന്ന് പറയുമ്പോഴും ഹൈ ഫാറ്റ് എടുക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന ഒരു ഡയറ്റിൽ നമ്മൾ ഇങ്ങനെ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു ഓൾറൗണ്ടറാണ്. കാരണം നമ്മൾക്കറിയാം പലപ്പോഴും ഈ തരം പാലിയോ അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് എടുക്കുന്നവർ പോലും പറയും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് പലതരം പ്രോബ്ലംസ് വരാറുണ്ട്, അസിഡിറ്റി വരാറുണ്ട്, അൾസേഴ്സ് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ തരം ഡയറ്റിൽ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ തീർച്ചയായും അതിലത്തെ നല്ലത് എടുക്കുന്നു, അതേപോലെ തന്നെ നമ്മളുടെ ബാക്കിയുള്ള എന്താണോ ലാക്കിങ് അതിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ലോ കാർബ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ഷുഗർ ആണ് നമ്മളുടെ എല്ലാത്തിനും ഒരു പ്രശ്നം. അമിതമായിട്ട് ഷുഗർ നമ്മളുടെ ഡയറ്റിൽ വന്നതിന് ശേഷമാണ് ഈ വക എല്ലാ മെറ്റബോളിക് ഡിസീസും നമ്മൾക്ക് കാരണമായിട്ട് വന്നത്. അപ്പോൾ ഷുഗർ അമിതമായിട്ട് നമ്മുടെ ബോഡിയിൽ വന്നാൽ അതൊരു കൊഴുപ്പായി മാറും. ആ കൊഴുപ്പാണ് കെട്ടക്കൊഴുപ്പ്, ട്രൈഗ്ലിസറൈഡ്. ഈ കൊഴുപ്പാണ് നിങ്ങൾക്ക് അമിത വണ്ണവും അതേപോലെ തന്നെ വയറ്റിൽ അടിഞ്ഞിട്ടുള്ള കൊഴുപ്പുമായി മാറുന്നത്. അപ്പോൾ ഷുഗർ നമ്മൾ എടുക്കുന്നത് വെറും റിഫൈൻഡ് ഷുഗറോ അല്ലെങ്കിൽ ജാഗരിയോ ഹണിയോ ഒന്നുമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അത് ചോറിൽ നിന്നാണ്, അരി ഭക്ഷണത്തിൽ നിന്നാണ്. ചോറ്, ഇഡ്ഡലി, പുട്ട്, അതേപോലെ തന്നെ ദോശ, മറ്റെല്ലാ അരി ഭക്ഷണങ്ങളും നമ്മൾ വെറൈറ്റി ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും എല്ലാതും നമ്മൾ അവസാനം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾ ഗ്രെയിൻസ്, അരി ഭക്ഷണങ്ങളാണ് എല്ലാതും. എന്ന് പറഞ്ഞാൽ ബ്രെഡ് പോലും, ബേക്കറി ഐറ്റംസ്, ബിസ്ക്കറ്റ്സ്, പഫ്സ്, ഈ വക എല്ലാ കാര്യങ്ങളും വെറൈറ്റി ആയിട്ട് നമ്മൾ ഗ്രെയിൻസിൽ നിന്ന്, നമ്മളുടെ അരി ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഡയബറ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു 2 മാസത്തിന് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ അമിതവണ്ണമുള്ളവരും ഏറ്റവും നല്ലത് ഒരു 2 മാസത്തിന് കംപ്ലീറ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വരുന്ന ചോദ്യമാണ് ഇതിന് പകരം നമ്മൾ എന്ത് കഴിക്കും എന്നുള്ളത്. അതിനാണ് ഹൈ ഫാറ്റ്. ഹൈ ഫാറ്റ് എന്ന് പറയുമ്പോൾ നല്ല കൊഴുപ്പുകൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ കൊഴുപ്പായി അടിയില്ല. നമ്മൾക്ക് എല്ലാ നമ്മുടെ ബോഡി ഫങ്ഷൻസിനും യൂസ് ആവും. അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ല കൊളസ്ട്രോൾ ആയിട്ട് നമ്മുടെ ബോഡിയിൽ അത് കെടുക്കുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, നമ്മൾ വില്ലനാക്കിയ പല വെളിച്ചെണ്ണ പോലും പലവർക്കും ഇന്ന് പേടിയാണ് കഴിക്കാൻ. അതേപോലെ തന്നെ നട്ട്സ്, പാല്, ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് നല്ല കൊഴുപ്പാണ്. ഇത് ധാരാളം നമ്മൾ കഴിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നന്നായിട്ട് പച്ചക്കറിയും
ശകലം ഫ്രൂട്ട്സും കഴിക്കുക. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അത്രത്തോളം കഴിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിലും ഷുഗർ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലുള്ള വിറ്റമിൻസിന് വേണ്ടി നമ്മൾ ഡെയിലി ഒരു 1-2 ഫ്രൂട്ട്സ്, ഓറഞ്ചോ ആപ്പിളോ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പൊമഗ്രാനൈറ്റ്, മാതളം എന്ന് പറയുന്നതെല്ലാം വളരെ നല്ല കോമ്പൗണ്ട്സ്, ആൻറ്റി ഓക്സിഡൻസ്, വിറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള നല്ല പോഷകങ്ങളുള്ള ഫ്രൂട്ട്സ് ആണ്. എന്നാലും കുറച്ച് കഴിച്ചാൽ മതി, കാരണം അതിൽ ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗറും ഉണ്ട്. നമ്മളൊരു വെയിറ്റ് ലോസ് റെജിമെന്റിന് പോകുന്നത് കൊണ്ട് അത് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ പച്ചക്കറികൾ, വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. കാരണം ഒന്ന്, നമ്മൾക്ക് നല്ല വിശപ്പുണ്ടാവും. നമ്മൾ ഗ്രെയിൻസ് ആണ് നമ്മളുടെ വയറ്, അരിഭക്ഷണമാണ് നമ്മളുടെ വയറ് നിറക്കുന്നത്. അപ്പോൾ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ നന്നായി പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് ഏതൊരു വിധത്തിലും നമ്മൾ സൂപ്പാക്കി അല്ലെങ്കിൽ വേവിച്ച് അല്ലെങ്കിൽ ഏതൊരു രീതിയിലും നമ്മളത് നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഓർക്കുക. ഇതിൽ ഈ ഒരു ഡയറ്റിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് ഞാൻ കണ്ടിട്ടുള്ളത്, പലരും പറയുന്നത് അവർക്കൊരു ബോർഡം വരുന്നതാണ്, ഒരു ബോറടിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. വേറെ ഒന്നുമല്ല, നമ്മൾക്ക് എന്തെങ്കിലും ക്രേവിങ്സ്, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കാൻ തോന്നുന്നത്, അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും എന്തൊക്കെ കഴിക്കാൻ പറ്റും, എന്താണ് നല്ല ഭക്ഷണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ. അപ്പോൾ അത് എങ്ങനെയൊക്കെ കുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ വെറൈറ്റിയിൽ കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് റിസർച്ച് ചെയ്ത് ഒന്ന് വീഡിയോസ് കണ്ടാൽ മതി. ധാരാളം വീഡിയോസ്, ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോസ് എല്ലാം കുക്കിംഗ് വീഡിയോസാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുക, എങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് ആഴ്ചയിൽ ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് ഇത് കുക്ക് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ കോമ്പിനേഷനിലത്തെ ഗോൾഡൻ കോമ്പിനേഷനിലത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. നമുക്കറിയാം, ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ ബോഡീനെ ഹീൽ ചെയ്യുന്നതും നമുക്ക് പലതരം ബെനിഫിറ്റ്സും തരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്കത് വളരെയേറെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഉപവാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഈ ഒരു വെയിറ്റ് ലോസിനുള്ള ഡയറ്റിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫാസ്റ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. 12 to 13 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ഉപവാസം എടുക്കുകയും ബാക്കിയുള്ള നേരം നല്ല ഭക്ഷണങ്ങൾ, പോഷകാഹാരങ്ങൾ കഴിക്കുന്നതുമാണ് ഈ ഒരു ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡിന്നർ, രാത്രി ഭക്ഷണം ഒരു 7 മണിക്ക് മുന്നേ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് ശേഷം 12 മണിക്കൂറിന് ശേഷം ഒരു 1-2 മണിക്കൂറിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മൾ പലപ്പോഴും ഉപവാസം എടുക്കുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള വിശപ്പ്. അപ്പോൾ ആ ഒരു വിശപ്പ് ടൈം നമ്മളുടെ ഉറക്കത്തിലൂടെ അത് പോയിക്കോളും, നമ്മൾക്ക് അറിയില്ല നമ്മൾക്ക് വിശക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിധത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. മാത്രമല്ല 12 മണിക്കൂറിന് മുന്നേ നമ്മൾ ഉപവാസം നിർത്തിയാലും എഫക്റ്റ് ഇല്ല. കാരണം നമ്മൾക്കറിയാം 2016 കിട്ടിയ നോബൽ സമ്മാനം ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റാണ് ഓട്ടോഫേജി എന്ന് പറയുന്ന നമ്മളുടെ എല്ലാ കോശങ്ങളും അതിലടങ്ങിയിരിക്കുന്ന എല്ലാ വക കെട്ട വേസ്റ്റ്, അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ്സ് എല്ലാം സ്വയം തന്നെ ദഹിപ്പിച്ച് കളയുന്ന ഒരു പ്രക്രിയയാണ് ഓട്ടോഫേജി എന്ന് പറയുന്നത്. അത് 12 മണിക്കൂറിന് ശേഷം പൂർണ്ണമായിട്ടും ഒന്നും കഴിക്കാതെ തന്നെ എടുത്ത ഫാസ്റ്റിംഗ് ഉപവാസത്തിൽ 12 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ആവുന്നതും അത് 16ാമത്തെ മണിക്കൂറിൽ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ 16ാമത്തെ മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപവാസം എടുക്കരുത്, തുടരരുത്. കാരണം അത് ഒരു വേസ്റ്റാണ്, നമുക്ക് അതിൽ കാര്യമല്ല. അപ്പോൾ ഒരു 12 മണിക്കൂറിന് ശേഷം 1-2 മണിക്കൂറിന് ശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ഒരു 2 ആഴ്ച നിങ്ങൾ വണ്ണത്തിലോ അല്ലെങ്കിൽ വേസ്റ്റ് സൈസിലോ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഇൻഫ്ലമേഷൻ, ആ ഒരു കെട്ട ഒരു പ്രോസസ്സ് നിങ്ങളുടെ ബോഡിയിൽ നിലനിൽക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ അമിതവണ്ണത്തിൻ്റെ ഒരു കാരണം. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണിത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് അസിസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു നല്ലൊരു മോളിക്യൂളാണ് omega-3. ഇൻഫ്ലമേഷൻ നന്നായി കുറക്കുന്ന ഒരു കാര്യമാണ് omega-3 എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ മീനുകളിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത്, മത്തി, അയില. അപ്പോൾ ഇതെല്ലാം വറുത്ത് കഴിച്ചാൽ പക്ഷെ അതിൻ്റെ യൂസ് കിട്ടുന്നില്ല. എന്തായാലും കറി വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ വേവിച്ച് കഴിക്കുക, അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കുക. സപ്ലിമെന്റ്സിൽ ഒരു 1000 mg പെർ ഡേ എടുക്കുന്നത് ധാരാളം ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഇൻഫ്ലമേഷൻസ്, ഇവിടെയുള്ള എല്ലാ ഇൻഫ്ലമേഷൻസിനെയും കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയ്ക്കുകയും ചെയ്യും. ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്കെല്ലാം ഇത് വളരെ വളരെ
ഉപകാരപ്രദമാണ്. പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മോട്ടിവേഷനാണ്. നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പഠിച്ചാലും നമ്മൾക്ക് ഇത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റാത്ത ഒരു വിഷയം എന്ന് വരുന്നത് നമ്മളെ പുഷ് ചെയ്യാൻ നമ്മൾ ആരെക്കൊണ്ടും പറ്റുന്നില്ല. നമ്മൾക്കറിയാം, നമ്മളുടെ എത്രയോ പേരെ നമ്മൾക്കറിയാം, അതിൽ കൈവിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമേ സ്വന്തമായിട്ടുള്ളൊരു ചിട്ട അല്ലെങ്കിൽ ഷെഡ്യൂൾ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവർ തന്നെ വെച്ചേക്കുന്നത് ഞാൻ ഇത്ര സമയത്തിന് ഞാൻ കഴിക്കും, ഇത്ര സമയത്തിന് ഞാൻ വർക്ക് ചെയ്യും എന്നുള്ളതൊക്കെ പലവർക്കും അത്രയും ചുരുക്കം ആളുകൾക്ക് ആ ഒരു ടാലൻ്റ് ഉള്ളൂ. സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും സ്വന്തമായിട്ട് ഷെഡ്യൂൾ കൊണ്ട് നടക്കാനുമുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 90% ജനങ്ങൾക്ക് കുറവാണ്, ഇല്ലാത്തതാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പലരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം, പലരും നമ്മളെ ഗൈഡ് ചെയ്യണം, നമ്മളെ മെൻറ്റർ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എപ്പോഴും ഒരു ബ്ലോക്കായിട്ട്, ഒരു മെൻറ്റൽ ബ്ലോക്കായിട്ട് നമുക്ക് കിടക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗൈഡിനെ വെക്കുന്നതാണ്. ഒരു ഡയറ്റീഷ്യനെ വെച്ച് അവർ പറയുന്നത് പോലെ തന്നെ, പിന്നെ നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അവർ പറഞ്ഞു തരും. അവരതിന് നമ്മളെക്കുറിച്ചുള്ള എല്ലാതും ചോദിച്ചറിഞ്ഞ് നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറയുമ്പോൾ അത് ഫോളോ ചെയ്താൽ മതി. അത്രക്കും ഈസിയാണ്. നമ്മൾക്ക് സമയം പോകുന്നത് അറിയില്ല, നമ്മുടെ വെയിറ്റ് കുറയുന്നതും അറിയില്ല. പക്ഷേ ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കറക്റ്റായിട്ടുള്ള BMI മാത്രമല്ല, നമ്മളുടെ വയറിൽ അമിതമായിട്ട് അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പും എല്ലാം കുറഞ്ഞ് നമ്മളുടെ എല്ലാ വക മെറ്റബോളിക് റിലേറ്റഡ് ഡിസീസും പൂർണ്ണമായിട്ടും നമുക്ക് കുറക്കാനും പറ്റും. അപ്പോൾ ഞാൻ എല്ലാ വക മെറ്റബോളിക് ഡിസീസുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോഴും ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നതാണ്, നിങ്ങൾ ഡയറ്റ് എന്തായാലും ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരേണ്ട. പക്ഷേ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അവരെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും അധികം പേഷ്യൻസിനെ ഡെയിലി ഫോളോ അപ്പ് ചെയ്യാൻ, അവരുടെ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യാവുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റാത്തപ്പോൾ ഞാൻ ചെയ്യുന്നത് അവരെ കേരള ഡയറ്റീഷ്യൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ കോൺടാക്റ്റ് കൊടുക്കുന്നതാണ്. കാരണം അവർ കൃത്യമായിട്ട് ഫുള്ള് അവരുടെ ഒരു ഡേയിൽ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും സ്നാക്സും കുടിക്കുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് പോലും അവരുടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ വെയിറ്റും നിങ്ങളുടെ ഹൈറ്റും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ക്രേവിങ്സും എല്ലാം കണക്കിലെടുത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് റെജിമെൻ നിങ്ങൾക്ക് തരുന്നതാണ്. മാത്രമല്ല അത് വെറും 1000 രൂപ മാത്രമുള്ള ഒരു കോഴ്സാണ്. കാരണം ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റീഷ്യൻ ഒരു ഡേ ഫുൾ ടൈം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ്. കാരണം എപ്പോഴും വിളിച്ചുകൊണ്ടും എപ്പോഴും അറിഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് പലപ്പോഴും ജോലി തിരക്കാണെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ മീൽസ് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പോലും വിളിച്ച് അറിയിച്ച് കഴിച്ചോ ഇല്ലേന്ന് പോലും കൺഫേം ചെയ്ത് എന്നുള്ളൊരു രീതിയിൽ മെൻറ്റർഷിപ്പും ഗൈഡൻസും തരുന്ന എല്ലാ വിധത്തിലും ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല ഡയറ്റീഷ്യൻസ് ആണ് കേരള ഡയറ്റീഷ്യനിലുള്ള എല്ലാ സ്റ്റാഫും. അപ്പോൾ തീർച്ചയായും അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അമിതവണ്ണമാണെങ്കിലും അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസീസ് ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ ഒരു നല്ലൊരു ഗൈഡൻസ് വേണമെങ്കിൽ തീർച്ചയായും കേരള ഡയറ്റീഷ്യനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഡയറ്റ് അതേപോലെ തന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, ഈ ഗോൾഡൻ കോമ്പിനേഷന് തീർച്ചയായും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ തന്നെ മോട്ടിവേഷൻ, നിങ്ങളുടെ വിൽ പവർ ഇല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ പുഷ് ചെയ്യുന്ന ഒരു മെൻറ്ററിനെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ തീർച്ചയായും ഇനിയൊരു നല്ലൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. താങ്ക് യു.